you are trying to call is currently not reachable. Please try again later. Hello. താനെന്താ ഫോൺ വിളിച്ചിട്ടെടുക്കാത്തത്? ട്രാൻസ്ഫറിൻ്റെ ക്ലോസ് ചെയ്യാൻ ഈ ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ളൂ. എന്നാൽ നമ്മുടെ സൈനിങ്ങൊക്കെ ഒന്ന് സെറ്റാക്കുക. ഇത്രയും വെയിറ്റ് ചെയ്ത് ഏതെങ്കിലും ഒരു മൊണ്ണ പ്ലെയറെ കൊണ്ടുവന്നാലുണ്ടല്ലോ ഫാൻസാർ ഇളകും. അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ ആകെ മൊത്തം പ്രശ്നമായിരിക്കുക. താനെന്താ ഒന്നും മിണ്ടാത്തത്? ശരിയാ, ഈ വർഷത്തെ സൈനിങ്സ് നമ്മൾ കുറച്ച് ലാഗ് അടുപ്പിച്ചിട്ടുണ്ട്. ഇതുവരെ കാമായെന്ന് മിണ്ടാത്ത മഞ്ഞപ്പട വരെ പ്രതികരിച്ചു. സോ നിങ്ങളുടെ കാത്തിരിപ്പിന് വിരാമം വിട്ട് പലരുടെയും ചോദ്യത്തിന് ഉത്തരമായി ഒരു കിടിലൻ സ്ട്രൈക്കറെ തന്നെ നമ്മൾ പൊക്കിയിട്ടുണ്ട്. 30 വയസ്സുള്ള വെൽ എക്സ്പീരിയൻസ്ഡ് സ്പാനിഷ് പ്ലെയർ, 10 ടീമിൽ കളിച്ച് പരിചയസമ്പത്തുള്ളവൻ, അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായും വിങ്ങറായും സെൻട്രൽ ഫോർവേഡായും കളിക്കാൻ കഴിയുന്നവൻ. ഐ തിങ്ക് ഹീ ഈസ് അവർ സേവിയർ. ലെറ്റ്സ് വെൽക്കം ജീസസ് ജിമിനസ്. സോ അങ്ങനെ നമ്മുടെ കാത്തിരിപ്പിന് വിരാമം ഇട്ടുകൊണ്ട് ദിമിത്രിയോസിൻ്റെ പകരക്കാരനെ കേരള ബ്ലാസ്റ്റേഴ്സ് അവരുടെ തട്ടകത്തിൽ എത്തിച്ചിരിക്കുകയാണ്. ഈ താരത്തെക്കുറിച്ച് ഞാൻ പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ എൻ്റേതായിട്ടുള്ള പേഴ്സണലായിട്ടുള്ള ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ മൊത്തത്തിലുള്ള കണക്ക് നോക്കുകയാണെങ്കിൽ 341 മത്സരങ്ങളിൽ നിന്ന് 115 ഗോളും 26 അസിസ്റ്റും അദ്ദേഹത്തിന് നേടാൻ സാധിച്ചിട്ടുണ്ട്. അതായത് ഈ 12 to 18 വരെയുള്ള കണക്ക് നോക്കുകയാണെങ്കിൽ ഈ കണക്ക് തന്നെ നമുക്ക് അറിയാൻ സാധിക്കുന്നു ഒരു മീഡിയം ലെവലുള്ള പ്ലെയർ ആണെന്ന് എനിക്ക് തോന്നുന്നത്. അതായത് വലിയ പ്രൊഫൈൽ ഇല്ലാത്ത ഒരു താരമാണെങ്കിലും ഒരു മീഡിയം ലെവലിൽ കളിക്കാൻ കഴിയുന്ന ഒരു താരമാണ്. അതിനിപ്പോൾ നമ്മൾ ISലേക്ക് വരുമ്പോൾ ഇതിനേക്കാൾ മികച്ചതാകുമോ അല്ലെങ്കിൽ ഫ്ലോപ്പ് ആകുമോ എന്നൊക്കെ നമ്മൾ കണ്ടറിയേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഈ അദ്ദേഹത്തിൻ്റെ പ്രീവിയസ് ക്ലബിലേക്ക് നോക്കുകയാണെങ്കിൽ അതായത് 2014 to 18 വരെയുള്ള സീസണിൽ അദ്ദേഹം MLS ലീഗിന് വേണ്ടി കളിച്ചിട്ടുണ്ട്. അതായത് MLS ടൊറൻറ്റോ FCക്ക് വേണ്ടിയും FC ടെലാസ് എന്ന FCക്ക് വേണ്ടി അവിടെ പന്ത് തട്ടിയിട്ടുണ്ട്. അവിടെ ടൊറൻറ്റോ FCക്ക് വേണ്ടി 33 മത്സരങ്ങളിൽ നിന്ന് 9 ഗോൾ നേടാൻ അദ്ദേഹം സാധിച്ചിട്ടുണ്ട്. പക്ഷേ FC ടെലാസിന് വേണ്ടി ഗോളൊന്നും നേടാൻ സാധിച്ചിട്ടില്ല എന്നാണ് റിപ്പോർട്ടുകൾ എനിക്ക് കാണാൻ സാധിച്ചത്. അതുപോലെ തന്നെ ലാസ്റ്റ് കളിച്ച ടീമിൽ അദ്ദേഹം അവിടെ 3 മത്സരങ്ങൾ മാത്രമാണ് കളിച്ചത്. അവിടെ ഒരു ഗോൾ നേടിയിട്ടുണ്ട്. പക്ഷേ 3 മത്സരങ്ങൾക്ക് ശേഷം അതിന് പരിക്ക് പറ്റുക ചെയ്തത്. അതിനുശേഷം ഇതുവരെ അദ്ദേഹം ഒരു ടീമിന് വേണ്ടി കളിച്ചിട്ടില്ല. ഇത്രയും നാൾ വിശ്രമത്തിലായിരുന്നു. അത് തീർച്ചയായിട്ടും ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഒരു നിരാശമായ കാര്യമാണ്. കാരണം ഇത്രയും ദിവസം പരിക്ക് പറ്റി അതിൽ നിന്ന് റിക്കവറായി സെറ്റായി വരുന്ന താരമാണ്. ഇതുവരെ പിന്നെ മത്സരം കളിച്ചിട്ടില്ല. അതൊക്കെ സ്വാഭാവികമായിട്ടും ആരാധകരെ സംബന്ധിച്ചിടത്തോളം ചെറിയൊരു നിരാശ നൽകുന്നൊരു കാര്യമാണ്. സോ തീർച്ചയായിട്ടും അതിൽ നിന്നൊക്കെ സെറ്റായി വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ ഈ താരത്തിൻ്റെ ക്വാളിറ്റീസിനെ കുറിച്ച് നമ്മൾ സംസാരിക്കേണ്ടതുണ്ട്. അതായത് ഒരു പക്ക സ്ട്രൈക്കറായിട്ട് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. അതായത് വീഡിയോസൊക്കെ കാണുമ്പോൾ നമുക്ക് നല്ലൊരു സ്ട്രൈക്കറായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് അദ്ദേഹത്തിൻ്റെ കേർവിങ് ഷോട്ടുകൾ, അതുപോലെ തന്നെ അത് പേസ് യൂസ് ചെയ്തുള്ള റണ്ണുകൾ, നല്ല പാസിങ് ആക്യുറസി, ഷൂട്ടിംഗ് എബിലിറ്റി ഒക്കെ നല്ല രീതിയിൽ നമുക്ക് അദ്ദേഹത്തിൻ്റെ വീഡിയോസിലൂടെ കാണാൻ സാധിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അതൊക്കെ നമ്മൾ കേരള ബ്ലാസ്റ്റേഴ്സിന് മുന്നേത് ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നീട് എടുത്തു വരാൻ മറ്റൊരു കാര്യമാണ് ISLൻ്റെ ഒരു ചരിത്രത്തിൽ നോക്കുമ്പോൾ ഇവിടെ വന്ന സ്പാനിഷ് താരങ്ങളായാലും കോച്ചുമാരായാലും നല്ല രീതിയിൽ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാണ് വാസ്തവം. അതുപോലെ തന്നെ നമ്മുടെ താരം വരുന്നത് സ്പെയിനിൽ നിന്നാണ്. തീർച്ചയായിട്ടും ആ താരത്തിനും അവരൊക്കെ നെയ്ത പോലെയുള്ള ചരിത്രങ്ങൾ, അവർ നെയ്തെടുത്ത ഇമ്പാക്റ്റുകൾ ഇവിടെ ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് അൽവാരോ വാസ്കസും അതുപോലെ തന്നെ ദിമിത്രിയോസൊക്കെ ആദ്യം വന്ന സമയത്തൊക്കെ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിരുന്നു നല്ല രീതിയിൽ പെർഫോം ചെയ്യാം. നമുക്കറിയാം ഫസ്റ്റ് സമയത്തൊക്കെ അവർക്ക് കാര്യമായിട്ടുള്ള ഒന്നും ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. പക്ഷേ അവർ കുറച്ച് മത്സരത്തിന് ശേഷം നല്ല രീതിയിൽ നമ്മൾ ടീമിനോട് അഡാപ്റ്റ് ആവുന്നു, ഗോൾ അടിക്കുന്നു ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ പ്ലെയർ ആദ്യത്തെ 2-3 മത്സരങ്ങളൊക്കെ ഗോളോ അസിസ്റ്റോ ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും നിരാശപ്പെടരുത്. നമുക്ക് വെയിറ്റ് ചെയ്യാം. ഈ സീസണിൽ എന്താകുമെന്നത് നമുക്ക് കണ്ടറിയേണ്ടതുണ്ട്. ഒരു പക്ഷേ ഏത് താരമായാലും കുറച്ചൊക്കെ സമയമെടുക്കും മറ്റൊരു ലീഗിൽ വന്ന് വേറൊരു ലീഗിൽ സെറ്റാക്കി എടുക്കാൻ. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കതൊക്കെ കാത്തിരുന്ന് തന്നെ കാണാം എന്തായിരിക്കും നമ്മുടെ താരത്തിൻ്റെ പെർഫോമൻസ് കാര്യങ്ങളൊക്കെ. അതുപോലെ തന്നെ മറ്റു ചില കാര്യങ്ങളാണ്. നമുക്കറിയാം ഈ 2-3 ദിവസങ്ങളായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ക്ലബിനും അവരുടെ മാനേജ്മെൻറ്റിനും ഒരുപാട് പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനെതിരെ മഞ്ഞപ്പട എന്ന അവരുടെ ഫാൻ ബേസ് ഒരു പോസ്റ്റ് ചെയ്യുകയും അതിൽ അവരുടെ എല്ലാ പ്രശ്നങ്ങളും പറയുന്നുണ്ട്. അതായത് നല്ല രീതിയിലുള്ള ഒരു അടിസ്ഥാന സൗകര്യങ്ങളില്ല, നല്ല രീതിയിലുള്ള ട്രാൻസ്ഫർ നടത്തുന്നില്ല, നല്ല പ്ലേയേഴ്സിനൊക്കെ വിറ്റൊഴിക്കുക, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിൽ പറയുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇവരെന്താ മനസ്സിലാക്കേണ്ടത്? നമുക്കറിയാം ഏഷ്യയിലെ തന്നെ നല്ല ആരാധന പിന്തുണയുള്ള ഒരു ടീമാണ് കേരള ബ്ലാസ്റ്റേഴ്സ്. പക്ഷേ ആ ടീമിനെ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് തീർച്ചയായും നിരാശ മാത്രമാണ് ഈ മാനേജ്മെൻറ്റ് നൽകുന്നത്. അത് നല്ല രീതിയിൽ ഒരു കാര്യങ്ങളും അവിടെ ചെയ്യുന്നില്ല. തീർച്ചയായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സ് സംബന്ധിച്ചിടത്തോളം ഈ നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് ടീം നമ്മളൊരു ഇമോഷനായിട്ട് ആ ടീമിനെ എടുത്തത്. നമ്മൾ ഏത് പ്രതിസന്ധി ഘട്ടത്തിലായാലും കേരള ബ്ലാസ്റ്റേഴ്സിന് കളി കാണാൻ പോകുന്നു, താരങ്ങൾക്ക് എനർജി നൽകാൻ ആർത്ത് വിളിക്കുന്നു, അവരെ ഒന്ന്
എതിർ ടീമിനെ ഇകഴ്ത്താൻ വേണ്ടി എതിർ ടീം ഒന്നുമല്ല നമ്മൾ സെറ്റാണെന്നൊക്കെ പറയാൻ വേണ്ടി നമ്മൾ ആരാധകർ അത്ര തവണ നല്ല രീതിയിൽ അവരെ പിന്തുണക്കുന്നുണ്ട്. പക്ഷേ അവർ ഈ ആരാധകർ ഇത്ര നല്ല സപ്പോർട്ട് നൽകിയിട്ടും ഇതിനുള്ള ഒരു റിസൾട്ടായിട്ട് മാനേജ്മെൻറ്റ് നല്ല രീതിയിലുള്ള ഒരു കാര്യം ചെയ്യുന്നില്ല എന്ന് പറയുമ്പോൾ അത് തീർച്ചയായിട്ടും ഒരു ആരാധകരെ സംബന്ധിച്ചിടത്തോളം നിരാശ നൽകുന്ന കാര്യങ്ങളാണ്. പ്രത്യേകിച്ച് ഈ വർഷം നല്ല രീതിയിലുള്ള ഒരു ടൈം ലാഗ് അവർ നടത്തിയിട്ടുണ്ട്. അതായത് ISL എല്ലാ ടീമും അതായത് നല്ല നല്ല സൈൻ നടത്തി ആ ടീമിനെ സെറ്റാക്കി എടുക്കുകയാണ്. അതായത് ISLൻ്റെ 11ാം സീസണിന് വരവേൽക്കാൻ വേണ്ടി ഒരു കിരീട ലക്ഷ്യം വെച്ചുകൊണ്ട് അവർ നല്ല രീതിയിൽ ആ ടീമിനെ ബിൽഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഇപ്പോൾ ഈ അടുത്താണ് നമ്മുടെ ഈ ദിമിത്രിയോസിൻ്റെ ഒരു പകരക്കാരൻ എത്തിയത്. അപ്പോൾ അത്രയും ലാഗ് അടിക്കുന്നുണ്ട് ഇവർ സൈനിങ്ങിൽ. അതുപോലെ തന്നെ മറ്റൊരു നെഗറ്റീവായിട്ട് കാര്യങ്ങൾ തോന്നിയത് നല്ല രീതിയിൽ കളിക്കുന്ന താരങ്ങളെ നിലനിർത്തുകയാണ് വേണ്ടത്. എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ നല്ല രീതിയിൽ കളിക്കുന്ന ഒരു പ്ലേയേഴ്സിനെ ആ വർഷം നിലനിർത്തുക. അതുപോലെ തന്നെ അടുത്ത സീസണിൽ അവർക്ക് ആപ്റ്റാകുന്ന കോച്ചിന് ആപ്റ്റാകുന്ന നമ്മുടെ ഫോർമേഷന് ആപ്റ്റാകുന്ന താരങ്ങളെ കൊണ്ടുവരിക. അതാണ് ചെയ്യേണ്ടത് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ. പക്ഷേ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഒരു സീസണിൽ നല്ല രീതിയിൽ കളിക്കുന്ന താരങ്ങൾ നല്ല രീതിയിൽ വലിയ തുകക്ക് വിൽക്കുന്നു, വരും സീസണിക്ക് പുതിയ താരങ്ങൾ കൊണ്ടുവരുന്നു. നമുക്കറിയാം ദിമിത്രിയോസ് ആയാലും ജീക്സൺ സിംഗ് ആയാലും ലെസ്കോവിച്ച് ആയാലും നല്ല രീതിയിലാണ് കേരള ബ്ലാസ്റ്റേഴ്സിൽ 2-3 സീസണായി കളിച്ചത്. പക്ഷേ അവരെ നല്ല രീതിയിൽ തുകൾക്ക് വിൽക്കുന്നു, അതിന് പകരം വേറെ താരങ്ങൾ പിന്നെ തിരയുകയാണ് ചെയ്യുന്നത്. ഇതൊക്കെ തീർച്ചയായിട്ടും ഒരു മണ്ടത്തരമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഈ സീസണിൽ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് നമ്മൾ കണ്ടറിയേണ്ട കാര്യങ്ങളാണ്. അതായത് ഇപ്പോൾ നമ്മുടെ ഫോറിൻ സൈനിങ്സൊക്കെ കംപ്ലീറ്റ് ആയി. പക്ഷേ 2-3 റൂമറുകൾ വരുന്നുണ്ട്. അതായത് ഒന്നെങ്കിൽ പെപ്ര അല്ലെങ്കിൽ ജോഷുവ, ഈ 2 താരങ്ങൾ ഒരാളെ മാറ്റിയിട്ട് അതായത് റിലീസ് ചെയ്തിട്ട് ഒരു RBO DMFO ഈ 2 താരങ്ങളെ ഈ പൊസിഷനിലേക്ക് ഒരു താരങ്ങളെ കൊണ്ടുവരുന്ന റൂമറുകൾക്ക് വരുന്നുണ്ട്. ഒരു പക്ഷേ നമ്മുടെ ഈ സീസണിൽ ഒരു പക്ഷേ പെപ്ര ഓർ ജോഷുവ ഇതിലൊരാൾ മാത്രമേ ഉണ്ടാകുകയുള്ളൂ. റൂമറുകളാണ്, എന്താണെന്നുള്ള വാസ്തവത്തിലുള്ള കാര്യമൊന്നും അറിഞ്ഞിട്ടില്ല. സോ നമ്മുടെ ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എന്തായാലും നിങ്ങൾ കമൻറ്റായി അറിയിക്കുക. അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മാനേജ്മെൻറ്റിൻ്റെ ഓരോ കാട്ടിക്കൂട്ടലൊക്കെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? പേഴ്സണലായിട്ടുള്ള ഒപ്പീനിയൊക്കെ നിങ്ങൾ കമൻറ്റായി അറിയിക്കുക. ISL വരാനിരിക്കുകയാണ്, നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ടും വേണം. സോ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ ഗുഡ് ബൈ.